ഹായ് അമീസ്. ബിടിഎസിന്റെ പുതിയ ട്രാവൽ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസായി. ഷോന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു വീട്ടിലോട്ട് എത്തുന്നതാണ്. പഴയ റൺ ബിടിഎസിന്റെ ഫോർമാറ്റിൽ നിന്നൊക്കെ ഇത്തിരി മാറ്റം വരുത്തി ഒരു ഇൻഡി സൂപ്പ് ക്രോസ് ഓവർ ആയിട്ടാണ് ഈ ഷോ നമുക്ക് കാണാൻ പറ്റുക. വീട്ടിലോട്ട് കയറി ഓരോരുത്തരും ഓരോ സ്ഥലം ചെന്ന് നോക്കുന്നുണ്ട്. ജൂണേട്ടനും ജിമിൻഷിയും ആദ്യം തന്നെ പോയത് ഫ്രിഡ്ജിന്റെ ഉള്ളിക്ക്. ഹോപ്പേട്ടനാണെങ്കിൽ സീലിങ്ങിനൊക്കെ എന്തൊരു ഹൈറ്റാന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഹൈറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. അതിന്റെ ഇടയിൽ ജിന്നേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും ഒരു റൂമൊക്കെ പോയി നോക്കാന്ന്. അല്ല നിക്ക്, എന്തേലും കഴിച്ചിട്ട് പോവാം. കുക്കിയും ജൂണേട്ടനും കൂടെ ഓരോ പിസയും കഴിച്ചോണ്ടാണ് പിന്നെ റൂമൊക്കെ നോക്കാൻ പോണത്. ആകെ 3 റൂമുകളാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം താഴെയും 2 മുകളിലും. ഇതിൽ ഒറ്റയ്ക്ക് ഒരു റൂം കിട്ടാൻ വേണ്ടി പല അടവുകൾ എടുക്കുന്നുണ്ട്. താഴത്തെ റൂം ആർക്കും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. റൂം എങ്ങനെ സെലക്ട് ചെയ്യാന്ന് പല കോലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ജൂണേട്ടനാണെങ്കിൽ നിങ്ങളെ എന്ത് തേങ്ങെങ്കിലും കാണിക്കും, എനിക്ക് ഉറങ്ങിയാ മതി എന്നുള്ളൊരു സ്റ്റാൻഡിലായിരുന്നു. അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ആദ്യം ഒരാൾ ഒരു റൂമിലോട്ട് പോകും. ആ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൽ തന്നെ ആയിരിക്കും ഉറങ്ങേണ്ടത്. പിന്നെ മാറ്റാൻ പറ്റൂല. ആദ്യം പോയത് നമ്മുടെ ജിന്നേട്ടനാണ്. പിന്നാലെ ജൂണേട്ടനും പോയി. പിന്നെ ജിമിൻഷി പോയി, കൂക്കി പോയി. ജിമിൻഷിയും ജിന്നേട്ടനും ഒരു റൂമിലാണ്. പിന്നെ വിയേട്ടൻ പോയി, ഷുഗേട്ടൻ പോയി, ലാസ്റ്റ് ഹോപ്പേട്ടനും പോയി. കൂക്കിക്കാണ് ലെക്കടിച്ചത്. കൂക്കി ഒറ്റയ്ക്ക് ഒരു റൂമിൽ. ആരും ഇങ്ങോട്ട് വരലേ എന്നും പ്രാർത്ഥിച്ച് നിൽക്കാണ് രണ്ടും കൂടെ. വിയും ജൂണേട്ടനും ഷുഗേട്ടനും ഹോപ്പേട്ടനും ഒരു റൂമില്. ഹായ്, ജൂണേട്ടന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയ റൂം. 1000 കോഴിക്ക് അരക്കാടാന്ന് പറയണ പോലെ ആ 2 ഉറക്കം കളയാൻ ഈ 2 മതി. ഞാൻ ഏറ്റവും ശാന്തമായ റൂമാണ് സെലക്ട് ചെയ്തതെന്ന് വിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പാർട്ട്ണറായ ജിമിൻഷി ഇവിടെ വന്നിരിക്കൂ, ഇനിയിപ്പോ ഇതുങ്ങൾ രണ്ടും കൂടി ഭയങ്കര ഷോ ആയിരിക്കും. ജൂണേട്ടൻ രാവിലെ ആകുമ്പോഴേക്കും എന്റെ അടുത്ത് എത്തുമെന്നൊക്കെ ആർക്കറിയാന്നൊക്കെ ഹോപ്പേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ കൂക്കി വീണ് കിട്ടിയ ഒരു ചാൻസ് പോലെ പറയുന്നുണ്ട്. പണ്ട് ഞാൻ ട്രെയിനി ആയ സമയത്ത് ജൂണേട്ടന്റെ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ ഡ്രസ്സുകൾ എന്റെ അടുത്ത് വന്ന് തൂക്കിയിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് അവരൊരു സോംബി ഗെയിം കളിക്കുന്നുണ്ട്. ഇതിൽ തോൽക്കുന്നവര് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യണം. 2 ടീമായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ളവർ ഒരു ടീം, സെക്കൻഡ് ഫ്ലോറിലുള്ളവർ വേറൊരു ടീം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സോംബി ആവുന്നവർ കണ്ണെട്ടി പില്ലോ വെച്ച് ബാക്കിയുള്ളവരെ അടിച്ചു പിടിക്കണം. അതാണ് ഗെയിം. ആരാ ഇത്, മഹിഷ്മതിയിലെ ശിവഗാമിയോ? ഔട്ടായിട്ടിരിക്കുകയാണേ. ജങ്കൂക്ക് ആദ്യം തന്നെ ഔട്ടാവണത് ഇത് റൺ ബിടിഎസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യം. പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടായിരുന്നു. അങ്ങനെ ഗെയിമിന്റെ അവസാനം സെക്കൻഡ് ഫ്ലോറിലുള്ള ടീമാണ് തോൽക്കുന്നത്. ചിരിച്ചിരിച്ച് ഊപ്പാടളകി കവിളൊക്കെ വേദനിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു വഴിയെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഫണ്ണി ആയിരുന്നു എപ്പിസോഡ്. ജസ്റ്റ് ഇതൊരു തുടക്കം മാത്രം. ബാങ്താൻ ടിവിയിലാണ് ഈ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളൂ. സെക്കൻഡ് എപ്പിസോഡ് 30-നും തേർഡ് എപ്പിസോഡ് മെയ് 5-നുമാണ് റിലീസ് ആവുന്നത്. അപ്പോൾ ഓക്കെ ആർമീസ്, അടുത്ത വീഡിയോയിൽ കാണാം.